DBFS Market View സമർപ്പിക്കുന്നത് DBFS Wealth Management and Non-Banking Finance. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. തുടർച്ചയായ മൂന്നാം ദിവസവും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 228 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,900 മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നേട്ടത്തിന് നേതൃത്വം നൽകി നിഫ്റ്റ്, PSU ബാങ്ക് സൂചികകൾ. ചെങ്കടൽ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയുടെ കയറ്റുമതിയിൽ വർധന. കയറ്റുമതി 3% ഉയർന്ന $38 ബില്യൺ ഷിപ്പിംഗ് ചെലവ് 3 ഇരട്ടി വർദ്ധിച്ചെങ്കിലും കയറ്റുമതി വളർച്ച നിരക്ക് നല്ല രീതിയിൽ കൈവരിക്കാനായെന്ന് വാണിജ്യ സെക്രട്ടറി സുനിത് കുമാർ ബർത്വാൾ. 2028 ഇന്ത്യൻ ഭക്ഷ്യസേവന വിപണി $100 ബില്യൺ മറികടക്കുമെന്ന് റിപ്പോർട്ട്. 2020 മുതൽ 2023 വരെ മേഖല 11% സ്ഥിര വളർച്ച നേടി. ഭക്ഷ്യവിപണി കേന്ദ്രീകരിച്ച് കൂടുതൽ ബ്രാൻഡുകൾ എത്തുന്നതായും റിപ്പോർട്ട്. സെല്ലിംഗ് ഷെയർ ഹോൾഡർമാരെ വില നിർണ്ണയ പ്രക്രിയയിൽ നിന്ന് നീക്കം ചെയ്യാൻ IPO ബൗണ്ട് കമ്പനികളോട് നിർദ്ദേശിച്ചു സെബി. നടപടി IPO വില നിർണ്ണയത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിനായി. തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണങ്ങളുമായി കമ്പനികൾ. മാന്ദ്യത്തിലേക്ക് വഴുതി വീണ് ജപ്പാൻ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന പദവി ജപ്പാന് നഷ്ടമായി. തിരിച്ചടിയായത് ദുർബലമായ ആഭ്യന്തര ഡിമാൻഡ്. സാങ്കേതിക മാന്ദ്യത്തിലേക്ക് വഴുതി വീണ് ബ്രിട്ടനും. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി വലിയ ആത്മവിശ്വാസത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. PSU ബാങ്ക് ഓഹരികളിലെയും അതുപോലെ തന്നെ ഓട്ടോ, മെറ്റൽ എന്നീ ഓഹരികളുടെയും ഒക്കെ പ്രകടനം വിപണിയെ നേട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യ സൂചികകളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 70 പോയിന്റ് നേട്ടത്തിൽ 21,910 എന്ന പോയിന്റിലാണ് നിഫ്റ്റി 50യിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു പോസിറ്റീവ് ാണ് ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പബ്ലിക് സെക്ടർ ബാങ്കിംഗ് ഓഹരികളാണ്. വലിയ രീതിയിലുള്ള ഒരു വാങ്ങൽ ഈ മേഖലയിൽ നിന്ന് തന്നെയുണ്ടായി. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 310 പോയിന്റ് ഉണർവിൽ 46,218 എന്ന പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ആയാലും ഒരു ഉറച്ച പിന്തുണ തന്നെയാണ് വിപണിക്ക് നൽകിയത്. 90 പോയിന്റ് ഉണർവിൽ 20,416 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും അവിടെയും വളരെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. 227 പോയിന്റ് നേട്ടത്തിൽ 72,050 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഓട്ടോ, മെറ്റൽ ഓഹരികളുടെ ഒക്കെ തന്നെ വലിയൊരു പിന്തുണ ഇന്ന് മാർക്കറ്റിനുണ്ടായിട്ടുണ്ട്. ഇനി DBFSന്റെ ഒരു അതിഥി നമ്മളോടൊപ്പം മാർക്കറ്റ് വ്യൂവിൽ എത്തുകയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ശ്രീ പോൾ തോമസ് ആണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിന്റെ ഒരു ആത്മവിശ്വാസത്തിന് പിന്തുണയേകിയത്? ഒപ്പം നാളെ ഒരു റെക്കോർഡ് ഭേദിക്കാൻ സാധ്യതയുണ്ടോ വിപണി? ഗുഡ് ഈവനിംഗ് സൂര്യ. ഇന്ന് മാർക്കറ്റ് കാലത്ത് ഓപ്പൺ ചെയ്തപ്പം ചെറിയൊരു പോസിറ്റീവ് ആയിരുന്നെങ്കിലും അതിനുശേഷം ചെറിയൊരു സെല്ലിങ് ഇൻട്രാഡേയിൽ വന്നു. 21,794 വരെ നിഫ്റ്റി താഴായിരുന്നു. എന്നാൽ അതിനുശേഷം നിഫ്റ്റി മുന്നോട്ട് കയറുന്നതായിട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടൊരു പെട്ടെന്നൊരു കയറ്റമെല്ലാം ഉണ്ടായി. എന്തായാലും 21,950 എന്ന് പറയുന്ന ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല റെസിസ്റ്റൻസ് ആണ്. ഇന്ന് ആ റെസിസ്റ്റൻസ് വരെ എത്തിയിട്ട് പിന്നീട് പതുക്കെ കുറച്ച് താഴ്ന്ന് 21,910 ക്ലോസ് ചെയ്തത്. എന്നിരുന്നാലും 70 പോയിന്റ് മുകളിലാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിംഗിലേക്ക് വന്നെങ്കിൽ പോലും ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അതിനെ മറികടന്ന് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കയറുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ മാർക്കറ്റിന്റെ വിശകലനം ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡാണെന്ന് മനസ്സിലാക്കാം. നാളെ 950 ലെവല്, 21,950 ലെവല് കട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 21,125 എന്ന് പറഞ്ഞ അടുത്തൊരു റെസിസ്റ്റൻസിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. 21,775 ലെവല് ഓൾ ടൈം ഹൈ ആണ്. അത് കട്ട് ചെയ്ത് കയറുകയാണെങ്കിൽ തീർച്ചയായും
അടുത്ത ഒരു 300-400 പോയിന്റ് നിഫ്റ്റിയിൽ കയറാനുള്ള ഒരു സാധ്യതയാണ്. എന്നാൽ അത് കുറച്ച് വിഷമം പിടിച്ച കാര്യമാണ്. കാരണം 125 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചോളം ആക്ട് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ട്. എന്നാലും ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കുമ്പോൾ 21,500 ലെവലൊക്കെ നല്ല സപ്പോർട്ടായിട്ടാണ് നിഫ്റ്റിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണപ്പെട്ടത്. അത് എന്തായാലും തീർച്ചയായും മാർക്കറ്റ് താഴോട്ട് വന്നാലും അത് നല്ല സപ്പോർട്ടായിട്ട് തന്നെ തുടർന്നും ആക്ട് ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഇന്ന് മാർക്കറ്റിൽ പ്രധാനമായിട്ട് ബാങ്കിങ് സ്റ്റോക്സ് പോസിറ്റീവ് ആയിരുന്നു. പ്രധാനമായിട്ട് HDFC ബാങ്ക്, SBI, പഞ്ചാബ് PNB, ഫെഡറൽ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് തുടങ്ങിയ ഷെയർ എല്ലാം പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ കേരള ബേസ്ഡ് കമ്പനികളിൽ ആസ്റ്റർ മെഡിസിറ്റി, കല്യാൺ ജ്വല്ലറി തുടങ്ങിയ ഷെയറുകൾ 7% ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതെല്ലാം നമുക്ക് കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഒരു ദൃഢമായ വളർച്ചാ വീക്ഷണത്താൽ നയിക്കപ്പെടുന്ന ഒരു സമീപകാല വിപണിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗോള വിപണിക്കൊപ്പം ഇന്ത്യൻ വിപണിയും കരുത്ത് തെളിയിച്ച ദിവസമാണിത്. ഇനി വരും വാർത്തകൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചതുമായി KR ഗോപികൃഷ്ണൻ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.